ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു ഹോളിഡേ മോർണിംഗ് റുട്ടീനാണ് ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോണത്. ഞാൻ വീഡിയോസ് എഡിറ്റ് ചെയ്യുന്ന ആപ്പിലാണോ സെറ്റിങ്സിലാണോ എന്നറിയില്ല, എന്തോ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. സോ ഒന്ന് വീഡിയോ ക്ലാരിറ്റി കുറച്ച് കുറവുണ്ട്. സോറി ഫോർ ഇൻകൺവീനിയൻസ്. വീഡിയോ ഡിസ്പ്ലേ ആവുന്നതിലാണ് മാറ്റം കാണുന്നത്. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ ആവുമ്പോഴേക്കും ശരിയാക്കാം. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആസ് യൂഷ്വൽ രാവിലെ തുടങ്ങുന്നത് എങ്ങനെയെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. ചായ എല്ലാം കുടിച്ച് കഴിഞ്ഞു. അതിനുശേഷം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയാണ്. ക്ലൈമറ്റ് ചൂടായത് കാരണം ഇഡ്ഡലിക്കുള്ള മാവ് നന്നായി പൊന്തി വന്നിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു ബ്രേക്ക്ഫാസ്റ്റാണ് ഇഡ്ഡലി. ഇഡ്ഡലി ആവുമ്പോൾ വേഗം റെഡിയാവും ചെയ്യും, നമുക്ക് ടൈമും സേവ് ചെയ്യാൻ പറ്റും. ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കുന്ന മെത്തേഡ് ഇങ്ങനെയാണ്. ഒരു കോട്ടൻ്റെ ക്ലോത്തിലേക്കാണ് ഞാൻ ഇഡ്ഡലി മാവ് ഒഴിക്കാറുള്ളത്. നമ്മൾ അല്ലാതെയും ഡയറക്റ്റ് തട്ടിലേക്ക് ഒഴിച്ചിട്ടും ഇഡ്ഡലി റെഡിയാക്കാൻ പറ്റും. ഞാൻ ഉണ്ടാക്കുന്നത് ഈ മോഡലിലാണ്. ഇത് ചെറുപയർ പരിപ്പാണ്. ഇത് ഇന്നലെ രാത്രി വെള്ളത്തിലിട്ട് വെച്ചതാണ്. വെള്ളത്തിലിട്ട് വെക്കുമ്പോൾ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും ഇങ്ങനെ മുളച്ച് വരും. അങ്ങനെ കഴിക്കുന്നത് കൂടുതൽ നല്ലതാണ് ഹെൽത്തിന്. ഇനി പിറ്റേ ദിവസം അല്ലാന്നുണ്ടെങ്കിൽ പിന്നെയും നെക്സ്റ്റ് ഡേ ആകുമ്പോഴേക്കും ഒന്നും കൂടെ അതിങ്ങനെ മുളച്ച് വരും. അങ്ങനെ കഴിച്ചാൽ കൂടുതൽ നല്ലതാണ് തടിക്ക്. ഇഡ്ഡലി റെഡിയായോ എന്ന് നോക്കാം. ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. ഇഡ്ഡലി തട്ടിൽ ഒഴിക്കുന്നതിനേക്കാൾ എനിക്ക് ഈസി ഇങ്ങനെ കോട്ടൺ ക്ലോത്ത് യൂസ് ചെയ്ത് ഇഡ്ഡലി ഉണ്ടാക്കുന്നതാണ്. ഇഡ്ഡലിക്ക് ഇന്ന് തേങ്ങാ ചട്നിയാണ് ഉണ്ടാക്കുന്നത്.
ഈ പൊടിക്ക് പേര് ഇഡ്ഡലിപ്പൊടി എന്നാണ് പറയുന്നത്. ഇഡ്ഡലി, ദോശ ഇതിൻ്റെ കൂടെ എല്ലാം ചേർത്ത് കഴിക്കുന്നതാണ്. ഇതിൽ ജസ്റ്റ് ഒന്ന് നല്ലെണ്ണ മിക്സ് ചെയ്തിട്ടാണ് ഇത് കഴിക്കുക. നയൻ 30 ആയപ്പോഴേക്കും ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. അതിന് ശേഷം ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയി. ഒരു ചെറിയ പർച്ചേസ് ഉണ്ടായിരുന്നു. ചെടിക്കുള്ള വളം അങ്ങനത്തെ സംഭവങ്ങൾ വാങ്ങാനാണ് പോകുന്നത്. ഞങ്ങൾ പുറത്ത് പോയി വന്നതും ലഞ്ചിനുള്ളത് റെഡിയാക്കാൻ തുടങ്ങി. ഇന്ന് ലഞ്ച് നേരത്തെയാണ് റെഡിയാക്കുന്നത്. അപ്പോൾ ലഞ്ചിനിന്ന് സാധാരണ ചോറും പരിപ്പ് കറിയും വാഴക്ക ഉപ്പേരിയാണ്. ഇതിൽ വാഴക്ക ഉപ്പേരി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിക്കുന്നുണ്ട്. ഈ വാഴക്ക ഉപ്പേരി മീൻ പൊരിക്കുന്ന അതേ സ്റ്റൈലിലാണ് പൊരിക്കേണ്ടത്. ഫസ്റ്റ് തൊലി കളഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് വെള്ളത്തിലിട്ട് വെക്കാം, അതിൻ്റെ കറ പോകാൻ വേണ്ടിയിട്ട്. വാഴക്ക കട്ടില്ലാതെ കട്ട് ചെയ്യണം. ഇത് ഇതേപോലെ തന്നെ കട്ട് ചെയ്തിട്ട് സ്ലൈസ് ആക്കണം എന്നില്ല. മുഴുവനായ വാഴയ്ക്കും കട്ടില്ലാതെ ഇതേപോലെ സ്ലൈസ് ആക്കി എടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് വെള്ളത്തിലിട്ട് വെക്കാം. മീൻ പൊരിക്കുമ്പോൾ സാധാരണ ചേർക്കുന്ന എല്ലാ മസാലകളും ചേർത്തിട്ടാണ് ഈ വാഴക്ക ഫ്രൈ ആക്കേണ്ടത്. ഞാനിതിൽ ചേർക്കുന്നത് ഉപ്പ്, മഞ്ഞൾപ്പൊടി, ജീരകപ്പൊടി, കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, മുളക് പൊടി, ഇതെല്ലാം ഇട്ടിട്ടാണ് ഞാൻ ഈ വാഴക്ക ഫ്രൈ ചെയ്യാൻ പോകുന്നത്. ഇത് ചോറിൻ്റെ കൂടെ അല്ലാതെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണിത്. എല്ലാ മസാലകളും ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് വെക്കാം. ഇനി വാഴക്ക ഫ്രൈ ചെയ്യാം. ഒരു പാനിൽ എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടായതിനു ശേഷം നമ്മൾ മസാല തേച്ച് വെച്ചിട്ടുള്ള വാഴക്ക ഓരോന്നായിട്ട് അതിൽ ഇട്ട് കൊടുക്കണം.
മീൻ പൊരിക്കുന്ന അതേപോലെയാണ് ഇത് ഫ്രൈ ചെയ്യേണ്ടത്. ഒരു ഭാഗം ഫ്രൈ ആയതിനു ശേഷം മറ്റേ ഭാഗം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. വാഴക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇന്ന് ഹസ്ബൻഡ് ചെടിക്ക് വളം ഇട്ടെടുക്കാനും ചെടിക്ക് വേണ്ടിയിട്ടുള്ള ഓരോ അറേഞ്ച്മെൻറ്റ്സിലുമാണ്. ഞാനും ചെറുതായിട്ടൊന്ന് ഹെൽപ്പ് ചെയ്തു. ഇത് ഇവിടുത്തെ നെയ്ബറാണ്, ബില്ലി എന്നാണ് പേര്. ചെടിയിൽ ഓരോ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ കാറിൻ്റെ താഴെ കണ്ടപ്പോൾ ജസ്റ്റ് ഞാൻ അതൊന്ന് വീഡിയോ എടുത്തതാണ്. ഈ ചെടി നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. ഈ ചെടീൻ്റെ ഇല ഫുള്ളും ഇതേപോലെ ഒരു ഓട്ടായിട്ടാണ് ഉണ്ടാവുക. ഇതെല്ലാം വീട്ടിലുള്ള കുറച്ച് ചെടികളാണ്. ഇത് വീട്ടിലുള്ള നീമിൻ്റെ ഒരു മരമാണ്. ഇവിടെ 2-3 നീമിൻ്റെ ചെടിയും വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് പീനട്ട് ബോയിൽ ചെയ്യാൻ പോവുകയാണ്. ഇത് ഞാനൊരു പ്രാവശ്യം ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ജസ്റ്റ് കഴുകിയിട്ട് കുക്കറിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പും ചേർത്ത് 5-6 വിസിലടുപ്പിക്കണം. ബോയിൽ ചെയ്യുന്ന മുന്നേ ഒന്ന് കഴുകണം. പീനട്ട് ബോയിലായിട്ടുണ്ട്. ഇത് ഇപ്പോൾ ബോയിൽ ചെയ്തത് വൈകുന്നേരം കഴിക്കാൻ വേണ്ടിയിട്ടാണ്. സ്നാക്സിനെല്ലാം പകരം കുട്ടികൾക്ക് ഇതെല്ലാം കൊടുത്ത് ശീലാക്കിയാൽ ഹെൽത്തിനും നല്ലതാവും. ഇതാണ് ഇന്നത്തെ മോർണിംഗ് റുട്ടീൻ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ. അസ്സലാമു അലൈക്കും.